dear friends, welcome back to Reginate Kitchen. ഇന്ന് നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കിയാലോ. 4 മണി പലഹാരത്തിലെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ പരിപ്പ് വട. കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ടൊക്കെയാണ് ഞാൻ പരിപ്പ് വട ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഫുൾ വീഡിയോ കാണുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലും അതോടൊപ്പം വരുന്ന ഓൾ എന്ന ഓപ്ഷനിലും മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഞാൻ കടലപ്പരിപ്പ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ചെറിയ ഗ്ലാസ്സിലാണ് ഞാൻ 2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് ടാപ്പ് വാട്ടറിൽ തന്നെ സാധാരണ വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു 1 ഹവറെങ്കിലും നമ്മൾ കുതിർക്കാനായിട്ട് വെക്കുക. ഞാൻ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 2 മണിക്കൂറായിട്ടോ ഞാൻ വെച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് കടല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അല്ലേ. വേണമെങ്കിൽ കുറച്ച് കടലപ്പരിപ്പ് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള കടലപ്പരിപ്പിനെ നല്ലവണ്ണം, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഞാൻ ആ വെള്ളം പിഴിഞ്ഞ് മാറ്റിയിട്ടാണ് ഞാൻ മിക്സി ജാറിലേക്ക് ഇടുന്നത്. അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ധാരാളം അത് കുടിക്കും, വട കുടിച്ചെടുക്കും. അപ്പോൾ അത്രയും നമ്മൾക്ക് വെള്ളം ആവശ്യം വരില്ല. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. കുറച്ച് നമ്മൾക്ക് ക്രഷായിട്ട് ഒരു പരിപ്പൊക്കെ അവിടെ ഇവിടെ കിടന്ന് നമ്മൾക്കൊരു കടിക്കാനായിട്ടൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പരിപ്പ് മാറ്റി വയ്ക്കാം. ഒരു 2-3 ടീസ്പൂൺ നമുക്ക് പരിപ്പ് മാറ്റി വെച്ച ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. നമ്മൾ ഉഴുന്നുവടയ്ക്ക് ഒഴിക്കുന്ന പോലെ തന്നെ പരിപ്പ് വടയ്ക്കും അധികം വെള്ളമൊന്നും ഒഴിക്കരുത്. ആവശ്യാനുസരണം 1-2 ടീസ്പൂണൊക്കെ ഒഴിച്ചൊഴിച്ച് അരച്ചു കൊടുത്താൽ മതി. ഞാനൊരു 3 ടീസ്പൂൺ മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പരിപ്പ് ധാരാളം വെള്ളത്തിൽ തന്നെ കുതിർന്നിട്ടുണ്ട്. അതിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളാംശം ഉണ്ടാവും. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എണ്ണ കുടിക്കുന്ന മാത്രമല്ല, ചിലപ്പോൾ അധികം നമ്മൾക്ക് ഉദ്ദേശിച്ച ഷേപ്പ് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഒരുപാട് വെള്ളമായി ആകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളിത് ഉണ്ടാക്കുമ്പോഴാണ് നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ ഞാൻ എടുത്ത പരുവം നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ ചൂടാക്കാൻ വയ്ക്കുന്നു. ഞാനിവിടെ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിലും ടേസ്റ്റാണ്, സൺഫ്ലവർ ഓയിലും ഒക്കെ ഉപയോഗിക്കാം. കടലെണ്ണ അത് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കാൻ വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് അതിനുള്ള മിക്സിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളമല്ല, ഒരുപാട് ഡ്രൈ അല്ല. ഡ്രൈ ആയാലും നമ്മളുടെ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഒത്തിരി വെള്ളവും പാടില്ല, വെള്ളം ഇല്ലാത്ത ഒരു സ്റ്റേജും പാടില്ല. അപ്പോൾ ഒരു 6 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി നല്ല ഫൈനായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയും ഉപയോഗിക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും, ഒരു ബഞ്ച് മല്ലിയിലയും നമുക്ക് ചേർക്കാവുന്നതാണ്. അതൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സവാള നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാള എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കടലപ്പരിപ്പിലേക്ക് നമുക്ക് ബാക്കി എല്ലാ മിക്സിങ്ങും നന്നായി കുഴച്ചങ്ങ് യോജിപ്പിച്ച് നല്ലോണം അതിലേക്ക് ടേസ്റ്റ് കൊടുക്കാം. ഇനി കടലപ്പരിപ്പിന് പകരം നമുക്ക് പീസ് പരിപ്പ് ഇട്ടിട്ടും നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് പരിപ്പ് വടകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ നാടൻ രീതിയിലുള്ള പരിപ്പ് വട ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ പാലക്കാട് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് ഈ രീതിയാണ്. കടലപ്പരിപ്പ് മാത്രമാണ് ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ. ട്രഡീഷണലി അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നല്ല കടലപ്പരിപ്പ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കടലപ്പരിപ്പാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. കുറേ നാൾ ഇരുന്നതാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഉരുളയാക്കി വെക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു ഈവൻ ഷേപ്പിൽ നമുക്ക് വട കിട്ടണം എന്നുണ്ടെങ്കിൽ, കറക്റ്റ് എല്ലാം ഒരേ അളവിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ബോളുകൾ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് എടുത്തതിൽ 12 ബോൾസ് ഈ ഒരു അളവിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായി വന്നു. അപ്പം നല്ലോണം തിളച്ചൊന്നും മരിക്കേണ്ട എണ്ണ. അപ്പോൾ ഇട്ട ഉടനെ പുറം വശം കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിങ്ങനെ പരത്തിയതിന് ശേഷം നടുവിലൊരു ചെറിയൊരു കുഴി ഇട്ടു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഹോളാക്കരുത്, നമ്മൾ ഉഴുന്നുവട പോലെ. ഉൾവശത്തേക്ക് എണ്ണ നല്ലോണം ഇറങ്ങി പെട്ടെന്ന് തന്നെ സൈഡ് വേകുന്നതിനോടൊപ്പം തന്നെ അകത്തേക്കും വേവ് കയറാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ട്രിക്ക് മനസ്സിലായല്ലോ. സെൻറ്ററിൽ ചെറുതായിട്ടൊന്ന് വിരൽ കൊണ്ട് പ്രസ് ചെയ്യാം. അപ്പോൾ
നമുക്ക് എണ്ണ അതിലോട്ട് ആ കുഴിയിലോട്ട് ഇറങ്ങി അകം വശവും ഒരേപോലെ നമുക്ക് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നു. അപ്പോൾ ഞാനൊരു ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത്. സാധാരണ രീതിയിൽ നമുക്ക് ഒരുവിധം മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഒരു ഷാലോ ഫ്രൈ എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായും എണ്ണ കുറച്ചങ്ങ് ഉപയോഗിച്ചാൽ മതി. നമുക്ക് റീയൂസ് ചെയ്യാതിരിക്കാനല്ലേ നമ്മൾ മിക്കപ്പോഴും ഡബിൾ ടൈം ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് 1 ടൈം യൂസിൽ എണ്ണ ഉപയോഗിച്ചാൽ അത്രയും ഹെൽത്ത് വൈസ് നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് എണ്ണ ഉപയോഗിച്ച് തന്നെ നമുക്ക് പരിപ്പ് വടയും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 4 എനിക്ക് അറ്റ് എ ടൈം ഇടാൻ പറ്റുന്നുണ്ട്. ഒറ്റ ടൈമിലാണ് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു പാനിൽ തന്നെ നമുക്ക് വലിയൊരു പാനൊക്കെ നമ്മൾ ചീനച്ചട്ടി നമ്മൾ ചായക്കടയിലൊക്കെ വെക്കുന്ന പോലെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എണ്ണ വേസ്റ്റായി പോവും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പം ഒരു തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം മൊരിഞ്ഞ് തന്നെ കിട്ടും. ഒരുപാട് മൊരിയാനിട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ ബബിൾസ്, നമ്മൾക്ക് ഈ ബബിൾസൊക്കെ ഉണ്ടല്ലോ നല്ലവണ്ണം തിളച്ച് വരുന്നത്, അതങ്ങ് കുറച്ചൊന്ന് കുറഞ്ഞാൽ തന്നെ നമുക്ക് പരിപ്പ് വട മാറ്റാവുന്നതാണ്. ഒരുപാട് നമ്മൾ എണ്ണ അങ്ങനെ തിളച്ച് വരുന്നത് കുറയട്ടെ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സവാള ഒരുപാടങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾക്ക് പരിപ്പ് വടയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഒരു 2 മിനിറ്റ്സ് അങ്ങോട്ടും 2 മിനിറ്റ്സ് തിരിച്ചുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതിന് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് നല്ല കട്ടിയായിട്ടുള്ള വെള്ള ചട്നി, കടലയൊക്കെ നമ്മുടെ ചട്നി കടലയൊക്കെ ഇട്ടാൽ നല്ല കട്ടി ചട്നി ഉപയോഗിക്കാം. പുതിന ചമ്മന്തി അല്ലെങ്കിൽ മുളകും ഉള്ളിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായി ഫൈനായി അരച്ചെടുത്തിട്ട് നാരങ്ങ നീരോ വിനാഗിരിയോ ഒഴിച്ച് ഡിപ്പും നമുക്ക് ഉപയോഗിക്കാം. സാമ്പാർ അല്ലെങ്കിൽ നമ്മൾക്ക് സോസ്, നമുക്ക് ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ടൊമാറ്റോ സോസ് അതൊക്കെയല്ലേ, അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ചായക്ക് നല്ലൊരു സ്നാക്കാണെന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. സൽക്കാരങ്ങളിൽ പണ്ട് മുതൽക്ക് തന്നെ പരിപ്പ് വടയ്ക്ക് വലിയൊരു സ്ഥാനം തന്നെയാണ് അല്ലേ. പരിപ്പ് വട ഇല്ലാത്ത ഒരു ചായ സൽക്കാരം ഇല്ല നമ്മുടെ മലയാളികൾക്കും തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യൻസിനും പൊതുവേ അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഇപ്പോൾ കുക്കിങ്ങൊക്കെ പഠിക്കുന്നവർക്ക് പരിപ്പ് വട ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മൾക്ക് വെച്ചതിന് ശേഷം നമ്മളുടെ വലത് കൈ കൊണ്ട് കട്ടിയായിട്ടുള്ള ഭാഗങ്ങളെ ഈ തള്ളവിരൽ കൊണ്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ വശവും നന്നായിട്ട് ഒരേ ലെവലിൽ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടാൻ അത് സഹായിക്കും. ഇനി നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യത്തെ റൗണ്ടിൽ 4 എടുത്തതിൽ ഒരെണ്ണം ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു. അപ്പോൾ പുറമേ നല്ല ക്രഞ്ചിയാണ്, അകം നല്ല സോഫ്റ്റാണ്, വെന്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു, ടേസ്റ്റിയാണ്. നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നല്ല കരിയാതെ തന്നെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം മൊരിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് റൗണ്ട് ഞാൻ വലത് കയ്യിൽ തന്നെ, നമുക്ക് വേറെ മോൾഡുകളൊന്നുമില്ല, നമ്മളിപ്പോൾ വാഴയിലയിലും ഒക്കെ ഇങ്ങനെ തട്ടിയെടുത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വലത് കൈ തന്നെ വെച്ച് നമുക്ക് ഇടത് കൈ കൊണ്ടോ ഇങ്ങനെ തട്ടിപ്പൊത്തിയതിന് ശേഷം എല്ലാ വശവും നല്ല ഈവണായി പരത്തിയതിന് ശേഷം ഇങ്ങനെ എണ്ണയിലേക്ക് വിരൽ മുട്ടാതെ തന്നെ നമുക്ക് അങ്ങ് താഴത്തേക്ക് ഇടാൻ പറ്റും. എണ്ണയിലൊന്നും നമ്മുടെ കൈ മുട്ടില്ല. കറക്റ്റ് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഒരു 3 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് 2 കപ്പിന് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിച്ചാൽ മതി. 2 മണിക്കൂറൊക്കെ കുതിർന്ന കടലപ്പരിപ്പിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല പരന്ന നല്ല ഭംഗിയായിട്ടുള്ള അപ്പോൾ നമ്മുടെ വിരലൊക്കെ അങ്ങനെ പതിഞ്ഞ പരിപ്പ് വട അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഈ ട്രിക്സൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രിക്സ് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇതിനുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ എൻ്റെ പരിപ്പ് വടകളെല്ലാം റെഡിയായി. അപ്പോൾ ചായയും ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഇന്ന് സോസിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം രജനി. താങ്ക് യു ഫോർ വാച്ചിങ്.